വെൽക്കം ഫോക്സ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമാണ്. ഹൗ ബ്രോക്കേഴ്സ് റിയലി മേക്സ് മണി ആൻഡ് ദ റിയാലിറ്റി ഓഫ് സ്റ്റോക്ക് ബ്രോക്കിംഗ് എന്നതാണ് നമ്മളുടെ ഇന്നത്തെ സെഷൻ്റെ ടോപ്പിക്. നമ്മുടെ പലരുടെയും വിചാരമാണ് ബ്രോക്കറേജ് മാത്രമാണ്, അല്ലെങ്കിൽ ബ്രോക്കറേജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താണ് പല ബ്രോക്കേഴ്സും നിലനിന്ന് പോകുന്നതെന്ന്. എന്നാൽ ചില ബ്രോക്കേഴ്സ് സീറോ ബ്രോക്കറേജിൽ എങ്ങനെ നിലനിന്ന് പോകുന്നു എന്നതും നമുക്കൊരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയി തന്നെ സ്റ്റോക്ക് ബ്രോക്കിങ്ങിനെ കുറിച്ച് പഠിക്കാനും ഒരു സ്റ്റോക്ക് ബ്രോക്കറായിട്ടുള്ള എൻ്റെ മുൻകാല അനുഭവങ്ങൾ കേൾക്കാനും നിങ്ങൾ റെഡിയാണോ? അങ്ങനെയെങ്കിൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്ന ബ്രോക്കറിനെ കുറിച്ച് പഠിക്കാനും എന്തെല്ലാമാണ് അവരുടെ ഹിഡൻ ആക്ടിവിറ്റീസ് എന്ന് മനസ്സിലാക്കാനുമായി വീഡിയോ മുഴുവനായിട്ടിരുന്ന് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ, ഹൂ ഈസ് എ ബ്രോക്കർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളുടെ സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളുടെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ അറിയാം, നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് മാനറോട് കൂടിയാണ് നമ്മളുടെ ഓരോ ക്ലാസ്സും ചെയ്യാറ്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നല്ല ടൈം എടുത്തുകൊണ്ട് പ്രസൻറ്റേഷൻ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇതുപോലെ പ്രസൻറ്റേഷൻ രീതിയിലായിട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് നോട്ട്സ് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടി സിംപ്ലിഫൈ ആണ്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് നോട്ട്സ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നത് കൊണ്ട് തന്നെ ഒബ്വിയസ്ലി നമ്മളുടെ സെഷൻ്റെ ലെങ്ത് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. എല്ലാവിധ ആളുകൾക്കും, എല്ലാ കാറ്റഗറിയിലുള്ള ആളുകൾക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു സ്ട്രക്ചേർഡ് വേയിലൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നതെന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ബ്രോക്കർ എന്ന് നമ്മളൊരു 3 പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. ആ 3 പോയിൻറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നോക്കിയാൽ എന്താണ്? എ ബ്രോക്കർ ഈസ് എ പേഴ്സൺ ഓർ എ കമ്പനി ദാറ്റ് ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലേഴ്സ് ഇൻ ദ ഫൈനാൻഷ്യൽ മാർക്കറ്റ്. അതായത് ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബയ്യറുടെയും സെല്ലറുടെയും ഇൻ്റർമീഡിയറി, അതായത് ബയ്യറുടെയും സെല്ലറുടെയും ബിറ്റ്വീൻ, അവരുടെ നടുക്കായിട്ട് ഒരു ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഒരു ബ്രോക്കർ എന്ന് പറയുന്നത്. എ ബ്രോക്കർ ആക്ട് ആസ് എ രജിസ്റ്റേർഡ് മെമ്പർ ഓഫ് ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓക്കെ, ഒരു ബ്രോക്കർ എന്ന് പറയുന്നത് അതാത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഒരു രജിസ്റ്റേർഡ് മെമ്പർ ആയിരിക്കും ആക്ച്വലി ഒരു ബ്രോക്കർ എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ചേഞ്ച് ആണ്, അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റെഗുലേറ്റ് ദ ബ്രോക്കേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് മസ്റ്റ് ഫോളോ ഓൾ എക്സ്ചേഞ്ച് റൂൾസ് ആൻഡ് ഒബ്ലിഗേഷൻ ടു ഓപ്പറേറ്റ് ഇറ്റ്. അതായത് ഒരു ബ്രോക്കർ എന്ന് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റ്, അത് വെനെവർ ഇക്വിറ്റി മാർക്കറ്റ് ആവട്ടെ, മണി മാർക്കറ്റ് ആവട്ടെ, ഓക്കെ, വട്ടെവർ ഇറ്റ് ഈസ്, അത് ആ ഒരു ഫൈനാൻഷ്യൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ബയ്യറുടെയും സെല്ലറുടെയും നടുക്കുള്ളൊരു ഇൻ്റർമീഡിയറി ആയിട്ടാണ്, അല്ലെങ്കിൽ ഒരു മിഡിൽ മാൻ ആയിട്ടാണ് ആക്ച്വലി ബ്രോക്കർ പ്രവർത്തിക്കുന്നത്. ബ്രോക്കർ എന്ന് പറയുന്നത് അതാത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഇന്ത്യയിൽ NSE എന്നും BSE എന്നും പറഞ്ഞ് 2 എക്സ്ചേഞ്ചുകളുണ്ട്. ഈ എക്സ്ചേഞ്ചുകളാണ് ബ്രോക്കേഴ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ബ്രോക്കേഴ്സ് കുറച്ച് റൂൾസ് ആൻഡ് ഒബ്ലിഗേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ റൂൾസ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഫോളോ അപ്പ് ചെയ്തിട്ടേ ഒരു ബ്രോക്കർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നാണ് നമ്മൾ ഈ ഒരു 3 പോയിന്റ്സിലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളെന്താണ് ഈ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഒരു രീതിയിൽ നോക്കിയാൽ, ബയ്യറും സെല്ലറും അതിൻ്റെ നടുക്കായിട്ടുള്ള ഒരു ഇൻ്റർമീഡിയറി ആയിട്ടാണ് ബ്രോക്കർ വർക്ക് ചെയ്യുന്നത്. ഇൻ കേസ് ഇവിടെ ബ്രോക്കർ ഇല്ലെങ്കിൽ ഇത് എന്തായിട്ട് മാറും? ഇതൊരു ഓവർ ദ കൗണ്ടർ, അല്ലെങ്കിൽ OTC മാർക്കറ്റായിട്ട് മാറും. അതായത് OTC മാർക്കറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബയ്യറും സെല്ലറും ഡയറക്റ്റ് ആയിട്ടുള്ള നെഗോസിയേഷൻ ആണ് ഇവിടെ OTC മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഓവർ ദ കൗണ്ടർ മാർക്കറ്റ് അല്ല, ഇവിടെ ഇൻ്റർമീഡിയറീസ് ഉണ്ട്. ഓക്കെ, ബ്രോക്കറും ഉണ്ട്, എക്സ്ചേഞ്ചും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഇത് സ്റ്റാൻഡർഡൈസ്ഡ് മാർക്കറ്റാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നിങ്ങൾ ബയ്യർ ആണെങ്കിൽ നിങ്ങളൊരു ബൈ പൊസിഷൻ ആർക്ക് സെൻഡ് ചെയ്യും? അല്ലെങ്കിൽ ഒരു ബൈ ഓർഡർ നിങ്ങൾ ആരിൽ പ്ലേസ് ചെയ്യും? ബ്രോക്കറിൽ പ്ലേസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ബയ്യർ എന്ത് ചെയ്യും? നേരെ അത് എക്സ്ചേഞ്ചിലേക്ക് അയക്കും. എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? അത് എക്സിക്യൂട്ട് ചെയ്ത് തിരിച്ച് ബ്രോക്കറിലേക്ക് അയക്കും. ബ്രോക്കർ എന്നിട്ട് നിങ്ങളെ അറിയിക്കും ഓർഡർ എക്സിക്യൂട്ട് ആയി എന്ന്. ഇൻ കേസ് നിങ്ങളൊരു സെല്ലറാണ്, നിങ്ങൾ ഇൻട്രാഡേ ഷോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ സെല്ലറാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൽ ഓർഡർ ബ്രോക്കറിൽ പ്ലേസ് ചെയ്യുന്നു. ബ്രോക്കർ എന്ത് ചെയ്യുന്നു? നേരെ അത് എക്സ്ചേഞ്ചിലേക്ക് അയക്കുന്നു. എക്സ്ചേഞ്ച് തിരിച്ച് അത് ബ്രോക്കറിലേക്ക് എക്സിക്യൂട്ടായി എന്നുള്ള രീതിയിൽ അയക്കുന്നു. അത് നേരെ നിങ്ങളെ ബ്രോക്കർ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ അറിയിക്കലും പോക്കും വരവും എന്നൊക്കെ പറയുന്നത് സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന കാര്യങ്ങളാണ്.
ഓക്കെ, സെക്കൻഡ്സ് കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ആരാണ് ഒരു ബ്രോക്കർ, എങ്ങനെയാണ് ആ ബ്രോക്കറിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് സിമ്പിളായിട്ട് വെരി ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ എന്താണ് ഒരു ബ്രോക്കർ, എങ്ങനെയാണ് ഒരു ബ്രോക്കർ എന്ന് നമ്മൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ടൈപ്സ് ഓഫ് ബ്രോക്കറാണ് നമുക്ക് നോക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ സൈഡിൽ എഴുതിയിട്ടുള്ള ഡെഫിനേഷൻ നമുക്ക് വായിച്ച് നോക്കണ്ട, കാരണം നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 ടൈപ്സ് ആണ് ബ്രോക്കേഴ്സ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്നും രണ്ടാമത്തത് സർവീസ് അല്ലെങ്കിൽ ഫുൾ സർവീസ് ബ്രോക്കർ എന്നും പറഞ്ഞിട്ട് 2 ടൈപ്സ് ഓഫ് ബ്രോക്കേഴ്സാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൻ്റെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് ലോ ആയിരിക്കും, ചിലപ്പോൾ നില്ലായിരിക്കും. അവർ ലോ അല്ലെങ്കിൽ സീറോ ബ്രോക്കറേജ് ആയിരിക്കും അവർ പല ഡെലിവറി ട്രേഡ്സിനും മറ്റുമൊക്കെ ആയിട്ട് തരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ഓൺലൈൻ ആൻഡ് മൊബൈൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് ഡു ഇറ്റ് യുവർ സെൽഫ് ഇൻവെസ്റ്റിംഗ് മോഡൽ. അതായത് എന്താണ്, അവിടെ സപ്പോർട്ടും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ പഠിച്ച് നമുക്ക് അവിടെ ഒരു ട്രേഡിംഗ് നമുക്ക് കുറച്ചുകൂടി എന്താണ് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് തരുന്നു. എന്നിട്ട് നമ്മൾ സ്വയമായിട്ട് ചെയ്യുന്ന രീതിയിലാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറയുന്നത്. അതുപോലെ അവിടെ നോ പേഴ്സണലൈസ്ഡ് അഡ്വൈസറി സർവീസും കാര്യങ്ങളൊന്നും നമുക്ക് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഉണ്ടാകാം. എന്നാലും മോസ്റ്റ് ഓഫ് ദ ടൈംസിൽ നമുക്ക് അവിടെ ഒരു അഡ്വൈസറി സർവീസ് കിട്ടാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഓക്കെ, അതുപോലെ ഇറ്റ്സ് സ്യൂട്ടബിൾ ഫോർ ആക്റ്റീവ് ട്രേഡേഴ്സ് ആൻഡ് ബിഗിനേഴ്സ്. ഓക്കെ, ഒരു ബിഗിനർ ലെവലിലും കുറച്ച് ആക്റ്റീവ് ആയിട്ട് സ്വയം, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഡു ഇറ്റ് യുവർ സെൽഫ് മോഡലായിട്ടുള്ള ആളുകൾക്കും പറ്റിയതാണ് കൂടുതലും ഈ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് നമ്മളും നീയും നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സെറോദ, ഗ്രോ, ഏഞ്ചൽ വൺ, ആപ്പ് സ്റ്റോക്ക്, 5 പൈസ, ഇതൊക്കെ എന്താണ്, ഇവരൊക്കെ എന്താണ് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സാണ്. ഓക്കെ, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. ഇനി നമുക്ക് എന്താണ് ഫുൾ സർവീസ് ബ്രോക്കേഴ്സിലേക്ക് നോക്കാം. ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറയുമ്പോൾ എന്താണ്, അവർ മെയിൻലി എന്താണ് ബ്രോക്കിങ്ങിന് പകരം അല്ലെങ്കിൽ ബ്രോക്കിംഗ് കൂടാതെ കുറച്ചുകൂടി അഡീഷണൽ സർവീസ് കൂടി അവർ ക്ലയൻസിന് നൽകുന്നുണ്ട്. എന്തൊക്കെയാണ്? പ്രൊവൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ആൻഡ് റെക്കമെൻഡേഷൻ. അവരെന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസും റെക്കമെൻഡേഷൻസും നമ്മളിലേക്ക്, അതായത് അവരുടെ ക്ലയൻസിലേക്ക് അവർ എത്തിക്കും. അതുപോലെ ക്ലയൻസിന് വേണ്ട റിസർച്ച് റിപ്പോർട്ടും മാർക്കറ്റ് അനാലിസിസും അവരെത്തിക്കും. അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസും ഉണ്ട്. അതായത് എന്താണ്, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ നമ്മൾ ആഡ് ചെയ്താൽ, അതായത് നമ്മൾ ഫണ്ട് ആഡ് ചെയ്താൽ നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൽ എന്താണ്, അവർ നമ്മളുടെ അടുത്തേക്ക് നമ്മളെ വിളിക്കും. അവർ നമ്മളെ ക്ലയൻ്റ് ആണെങ്കിൽ നമ്മളെ വിളിക്കും. എന്നിട്ട് നമ്മളുടെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിലാണ് നമ്മൾ അക്കൗണ്ട് കാര്യങ്ങളൊക്കെ തുടങ്ങിയെങ്കിൽ അവർ നമ്മളോട് പറയും ഫണ്ട് ആഡ് ചെയ്യാൻ. എന്നിട്ട് നമ്മളുടെ ആ ഒരു ഫണ്ട് അവർ മാനേജ് ചെയ്യുന്ന രീതിയിൽ ഒരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസും അവർ ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് മാനേജേഴ്സ്. അതായത് ആ ഒരു ഫുൾ സർവീസ് ബ്രോക്കർ ആണെങ്കിൽ എന്താണ്, നമുക്ക് ആ ഒരു മാനേജറായിട്ടുള്ള കോണ്ടാക്റ്റ് അല്ലെങ്കിൽ കോണ്ടാക്റ്റിനുള്ള ഒരു പോസിബിലിറ്റി അവിടെ വളരെയധികം കൂടുതലാണ്. അതുപോലെ ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ സർവീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ബ്രോക്കറേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ചാർജ് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസ്കൗണ്ട് ബ്രോക്കറേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മോത്തിലാൽ ഒസ്വാൾ, ICICI സെക്യൂരിറ്റീസ്, HDFC സെക്യൂരിറ്റി, ഷെയർ ഖാൻ, ആക്സിസ് ഡയറക്റ്റ്, അതുപോലെ തന്നെ നമ്മളുടെ ജിയോജിത്ത്, ഇതെല്ലാം അല്ലെങ്കിൽ ഇവരെല്ലാം എന്താണ് ഒരു ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ ടൈപ്സ് ഓഫ് ബ്രോക്കേഴ്സ് നമ്മൾ പഠിച്ചു. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്നും ഫുൾ സർവീസ് ബ്രോക്കർ എന്നും. ഓക്കെ, ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറയുമ്പോൾ എന്താ, നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന സെറോദ, ഗ്രോ, ഏഞ്ചൽ വൺ, ആപ്പ് സ്റ്റോക്സ്, 5 പൈസ, ഫയേഴ്സ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫയേഴ്സ് ആണ്. ഫയേഴ്സ് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ്. ഡിസ്കൗണ്ട് ബ്രോക്കർ എന്താണ്, അവിടെ ലോ അല്ലെങ്കിൽ നിൽ ബ്രോക്കറേജ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡു ഇറ്റ് യുവർ സെൽഫ് മോഡലാണ്. നമ്മൾ തന്നെ കാര്യങ്ങൾ ചെയ്യുക. അവർ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു പേഴ്സണലൈസ്ഡ് അഡ്വൈസറി സർവീസ്. ഇൻ കേസ് നമുക്കൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഭാഷയിൽ ചിലപ്പോൾ സപ്പോർട്ട് ഉണ്ടായിരിക്കില്ല. ഹെൽപ്പ് സെൻറ്റർ എന്ന് പറയുന്നത് ചിലപ്പം അവരുടെ മെയിൻ സെൻറ്ററുകളായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, അവർക്ക് നമ്മൾക്ക് എക്സ്ട്രാ സർവീസുകൾ അവർ തരുന്നുണ്ട്. ഏതെല്ലാമാണ് നമുക്ക് തരുന്ന സർവീസ്? നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻസ് അല്ലെങ്കിൽ അഡ്വൈസുകൾ അവർ തരുന്നുണ്ട്. ചിലപ്പോൾ റിസർച്ച് റിപ്പോർട്ടും മാർക്കറ്റ് അനാലിസിസും അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസും, പിന്നെ അവിടുത്തെ നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് മാനേജറുമായിട്ടുള്ള ഒരു കോൺടാക്റ്റ് നടത്താനും നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഡിസ്കൗണ്ട് ബ്രോക്കറേക്കാൾ കൂടുതലായിരിക്കും. മോത്തിലാൽ ഒസ്വാൾ, ICICI സെക്യൂരിറ്റീസ്, HDFC സെക്യൂരിറ്റി, ഷെയർ ഖാൻ, ആക്സിസ് ഡയറക്റ്റ്, അതുപോലെ തന്നെ ജിയോജിത്ത്, ഇവരെല്ലാവരും എന്താണ് ഒരു ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ആണ്. അങ്ങനെ നമ്മൾ ഹൂ ഈസ് എ ബ്രോക്കർ ആൻഡ് വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബ്രോക്കർ എന്ന് നമ്മൾ നോക്കി. ഇനി നമ്മൾ നമ്മളുടെ മെയിൻ പാർട്ടിലേക്ക് വരികയാണ്, മേജർ ഇൻകം സോഴ്സ് ഓഫ് എ ബ്രോക്കർ.
അല്ലെങ്കിൽ ബ്രോക്കറേജ് കൂടാതെ, അതായത് ബ്രോക്കറേജ് മൊത്തമായിട്ട് അവരുടെ ഓരോ ഇൻകം സോഴ്സുകളാണ് ഇനി നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ഇൻകം സോഴ്സുകളാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇക്വിറ്റി ബ്രോക്കറേജ് ആണ്. ഇക്വിറ്റി ബ്രോക്കറേജ് എന്ന് പറയുന്നത് സിമ്പിളാണ്. ക്ലയൻസിന് വേണ്ടി ഷെയർസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ ഈടാക്കുന്ന ഒരു ചാർജിനെയാണ് നമ്മൾ ഇക്വിറ്റി ബ്രോക്കറേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തത് എന്താണ്? ഇൻട്രാഡേ ട്രേഡിംഗ് ഫീ ആണ്. ഓക്കെ, മറ്റേതെന്താണ്? നമ്മൾ ഡെലിവറി എടുക്കുമ്പോഴുള്ളതാണ്. ഇനി നമ്മൾ ഇൻട്രാഡേയിൽ നോക്കുന്ന സമയത്ത് എന്താണ്? ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ എന്താ? നമ്മളൊരു ഷെയർ നമ്മൾ വാങ്ങി നമ്മളെന്താണ്, നമുക്ക് ലിവറേജ് യൂസ് ചെയ്ത് വാങ്ങാം, ലിവറേജ് ഇല്ലാതെ നമുക്ക് വാങ്ങാം. ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു സാധനം വാങ്ങി മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എൻഡ് റിസൾട്ട് എന്തായിക്കോട്ടെ നമ്മൾ വിറ്റ് കാലിയാക്കുന്നതാണ് ആക്ച്വലി ഇൻട്രാഡേ ട്രേഡിംഗ് ഫീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതിനൊരു ട്രേഡിംഗ് ചാർജ് ഉണ്ടാകും. അതും എന്താണ്? ഒരു ഇൻട്രാഡേ ബ്രോക്കറേജ് എന്നുള്ള രീതിയിൽ അതും അവരുടെ ഒരു ഇൻകം സോഴ്സ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് എന്ന് പറയുന്നത് F&O ബ്രോക്കറേജ് ആണ്. ഓക്കെ, F&O ബ്രോക്കറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഡെറിവേറ്റീവിലാണ് നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിലാണ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ പല ബ്രോക്കേഴ്സിനും നമ്മൾ F&O ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചിലർക്ക് എന്തായിരിക്കും? ഫ്ലാറ്റ് ആയിരിക്കും, 20 അല്ലെങ്കിൽ 50 അല്ലെങ്കിൽ 25 എന്നുള്ള രീതിയിൽ ഒരു ഫ്ലാറ്റ് ചാർജ് ആയിരിക്കും. ചിലർക്ക് എന്തായിരിക്കും? നമ്മളുടെ ആ ഒരു ക്യാപിറ്റലിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിരിക്കും അവരെടുക്കുന്നത്. ചില ബ്രോക്കേഴ്സ് F&O ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? അവർ ബ്രോക്കറേജ് വാങ്ങുകയില്ല. അതിന് വലിയൊരു എക്സാമ്പിളാണ് ഫ്ലാറ്റ് ട്രേഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രോക്കറുണ്ട്. അവരെനിക്കൊന്ന് 0 ആണ് F&Oക്ക് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വിറ്റി ബ്രോക്കറേജ്, ഇൻട്രാഡേ ബ്രോക്കറേജ്, F&O ബ്രോക്കറേജ് പറഞ്ഞു. ഇനി നമ്മളുടെ നാലാമത്തേതെന്ന് പറയുന്നത് എന്താണ്? MTF ആണ്. മാർജിൻ ട്രേഡ് ഫെസിലിറ്റിയാണ് MTF. അതെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ ഡെലിവറിയിൽ വാങ്ങുന്നതിന് പകരം നമുക്ക് ലിവറേജോട് കൂടി നമ്മൾ വാങ്ങുന്നതിനെയാണ് MTF എന്ന് പറയുന്നത്. നമുക്ക് ട്രേഡ് ചെയ്യാൻ നമുക്ക് എന്താണ്? മാർജിൻ തരും അവിടെ. ഓക്കെ, നമുക്ക് ലിവറേജ്, എനിക്ക് തോന്നുന്നു MTF എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ബ്രോക്കേഴ്സ് 3.7x, അതായത് നിങ്ങളുടെ കയ്യിൽ 1000 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3700 രൂപയ്ക്കുള്ള സ്റ്റോക്സ് പർച്ചേസ് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു ഇൻട്രസ്റ്റ്, അതായത് ബ്രോക്കർ ലെൻഡ് ചെയ്യാണ്, നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് കടം തരികയാണ്. അപ്പോൾ ആ കടം തരുന്നതിലൊരു ഇൻട്രസ്റ്റ് ബ്രോക്കേഴ്സ് നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നും മറ്റുമായിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതും ആക്ച്വലി എന്താണ്? അവരുടെ ഒരു ഇൻകം സോഴ്സാണ്. നെക്സ്റ്റ് നമ്മളുടെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്? മ്യൂച്വൽ ഫണ്ട് കമ്മീഷനാണ്. AMC കമ്പനീസ് ആയിട്ട് എന്താണ്? ബ്രോക്കേഴ്സ് ടൈപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് വാങ്ങുന്ന സമയത്ത് നമുക്കൊരു സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ നമുക്കുണ്ടായിരിക്കും. എന്നാൽ എന്താണ്? നമുക്ക് മ്യൂച്വൽ ഫണ്ട് നോക്കുന്ന സമയത്ത് നമുക്ക് 2 രീതിയിലാണ്. നമുക്ക് ഡയറക്റ്റ് പ്ലാനുമുണ്ട്, റെഗുലർ പ്ലാനും ഉണ്ട്. ഒരു ബ്രോക്കറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ എന്ന് പറയുന്നത് റെഗുലർ പ്ലാനാണ്. എന്നാൽ നമ്മളൊരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ബെനിഫിഷ്യൽ എന്താണ്? ഒരു ഡയറക്റ്റ് പ്ലാനാണ്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടും നമ്മൾ റെഗുലർ പ്ലാൻസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമ്മൾ പറഞ്ഞ പോലെ ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് നമ്മൾ എന്താണ്? റെഗുലർ പ്ലാൻ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടാനുള്ള പോസിബിലിറ്റി, അല്ലെങ്കിൽ അവർക്ക് അതൊരു ഇൻകം സോഴ്സ് ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? മ്യൂച്വൽ ഫണ്ട് മാത്രമല്ല ഉള്ളത്, ബോണ്ട്, ഇൻഷുറൻസ്, അങ്ങനെ മറ്റു പല പ്രൊഡക്ട്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്താണ്? അതും നമ്മളെന്താണ്? നമ്മളുടെ വഴി അല്ലെങ്കിൽ ബ്രോക്കർ വഴി നമ്മുടെ ക്ലയൻസ് വാങ്ങുകയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സർവീസ് എടുക്കുകയോ കാര്യമൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷനും നമുക്കുണ്ടായിരിക്കും. ബോണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ബോണ്ട് എന്ന് പറയുമ്പോൾ നമുക്കെന്താണ്? ജസ്റ്റ് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ്, ഓക്കെ, അതിൻ്റെ നിയർലി ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ബോണ്ടുകൾ എടുക്കാൻ വേണ്ടി പറയും. പിന്നെ ഇൻഷുറൻസ് ഫെസിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിലൂടെ ബ്രോക്കർക്ക് കമ്മീഷൻ എക്സ്ട്രാ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 6 ഇൻകം സോഴ്സ് പറഞ്ഞു. ഇനി നമ്മൾ ഏഴാമത്തേതെന്ന് പറയുന്നത് എന്താണ്? AMC ചാർജാണ്. ഓക്കെ, AMC എന്ന് പറയുന്നത് ആനുവൽ മെയിൻ്റെനൻസ് ചാർജാണ്. അത് അക്കൗണ്ടിങ് ആൻഡ് മെയിൻ്റെനൻസ് ഫീ എന്ന് പറഞ്ഞൊരു സെക്ഷനാണ്. ഇവിടെ എന്താണ്? നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒക്കെ ആയിട്ട് ബ്രോക്കർ ഒരു ചാർജ് വെക്കും. ഓക്കെ, ഇപ്പോൾ നമ്മൾ സെറോദയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 250 റേഞ്ച് എങ്ങാനും ആയിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ച് കാലം മുന്നേ. ഇപ്പോൾ എന്താണെന്ന് സ്ഥിതി എന്ന് അറിയില്ല. അക്കൗണ്ട് ഓപ്പണിങ് 0 ആണെന്ന് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട്. പിന്നെ മെയിൻ്റെനൻസ് ഫീ എന്ന് പറയുമ്പോൾ ആനുവലി ഒരു മെയിൻ്റെനൻസ് ചാർജ് ഉണ്ടാവും. അതും അവരുടെ ഒരു ഇൻകം സോഴ്സാണ്. നെക്സ്റ്റ് നമ്മൾ 8th വൺ എന്ന് പറയുന്നത് എന്താണ്? 8th വൺ എന്ന് പറയുന്നത് അഡ്വൈസറി ആൻഡ് റിസർച്ച് ഫീസാണ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? ഫുൾ സർവീസ് ബ്രോക്കേഴ്സ് ലൈക്ക് മോത്തിലാൽ ഒസ്വാൾ, അതുപോലെ ജിയോജിത്ത്, അങ്ങനെയുള്ള മറ്റു പല ബ്രോക്കേഴ്സൊക്കെ എന്താണ്? അവർ അഡ്വൈസുകൾ കൊടുക്കും, അഡ്വൈസറി സർവീസ് ഉണ്ടാവും, റിസർച്ച് റിപ്പോർട്ടുകൾ കൊടുക്കും, റെക്കമെൻഡേഷൻസും മറ്റും കൊടുക്കും. അതിനൊക്കെ ആയിട്ട് എന്താണ്? സബ്സ്ക്രിപ്ഷൻ ഫീസ്, സ്റ്റോക്ക് ടിപ്സ്, റിപ്പോർട്ട്സ്, റെക്കമെൻഡേഷൻ, ഇതിനൊക്കെ എന്താണ്? ഒരു സ്ലൈറ്റ്ലി
ചാർജും അവർ ഈടാക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മളെ നയൻത്ത് വൺ എന്ന് പറയുന്നത് ടെക്നോളജി ആൻഡ് പ്ലാറ്റ്ഫോം ചാർജാണ്. അതായത് പ്രീമിയം ടൂൾസ്, അഡ്വാൻസ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചാർജും അവർ ഈടാക്കുന്നതാണ്. അങ്ങനെ നമ്മളുടെ 10ാമത് ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ഹിഡൻ ചാർജ് ആയിട്ടുള്ള പെനാൽറ്റി ആൻഡ് ഡീഫോൾട്ട് ചാർജ്. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദീസ് അറൈസ് ഡ്യൂ ടു മാർജിൻ ഷോർട്ട് ഫാൾ, ലേറ്റ് പേയ്മെൻറ്റ്സ് ഓർ ഫെയിലിയർ ടു സെറ്റിൽ ട്രേഡ്സ് ഓൺ ടൈമാണ്. അതായത് നിങ്ങൾ ഫ്യൂച്ചേഴ്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മൾ മാർജിൻ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, മാർജിൻ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ പ്രോപ്പറായിട്ടുള്ള മാർജിൻസ് കീപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പൊസിഷൻസ് അവർ സ്ക്വയർ ഓഫ് ചെയ്യും. അതുപോലെ ഇൻട്രാഡേ പൊസിഷനൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിലോ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാനുവലി അത് എക്സിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഇൻ കേസ് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് അവരത് ചെയ്യും. ഓക്കെ, അവർ നമ്മളുടെ പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യും. അപ്പോൾ എന്താണ് അതിന് നമുക്ക് എക്സ്ട്രാ ബ്രോക്കറേജ് വരുന്നുണ്ട്. അതിന് പുറമെ എന്താണ് നമുക്ക് പെനാൽറ്റി അല്ലെങ്കിൽ ഡീഫോൾട്ട് ചാർജ് ആയിട്ടും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള 10 ഇൻകം സോഴ്സുകൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. എന്താണ് ഇത്രയും ഇൻകം സോഴ്സുകൾ, അതായത് ഇതിന് മുകളിലേക്ക് ഉണ്ടാകാം, പക്ഷേ എനിക്കറിയുന്നത് ഈ ഓരോ 10 ഇൻകം സോഴ്സുകളാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ബ്രോക്കേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും ചെയ്യാതിരിക്കുമെന്ന്? ഡെഫിനറ്റ്ലി ബ്രോക്കേഴ്സും ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും അവരും ചെയ്യുന്നുണ്ട്. അവരും ലാർജ് സ്കെയിലിൽ തന്നെ അവരും ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ മോത്തിലാൽ ഒസ്വാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് അതൊരു ഫുൾ സർവീസ് ബ്രോക്കർ ആണെങ്കിൽ കൂടി അവരുടെ ഷെയർസ് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മോത്തിലാൽ ഒസ്വാൾ ഷെയർ നിങ്ങൾക്ക് വാങ്ങാം. അതുപോലെ തന്നെ എന്താണ് ഏഞ്ചൽ വണ്ണിൻ്റെ ഷെയറും നമുക്ക് വാങ്ങാം. അതുപോലെ ഗ്രോ നോക്കൂ, നിങ്ങൾ ഗ്രോയുടെ ഷെയറും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ 5 പൈസ ക്യാപിറ്റൽ അതിൻ്റെ ഷെയറും നമുക്ക് വാങ്ങാം. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? അവർക്ക് ബ്രോക്കറേജ് മാത്രമല്ല ആക്ച്വലി അവരുടെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് ഒട്ടനവധിയാണ്. ഒട്ടനവധിയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളുടെ രീതിയിൽ നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ നോക്കിയാൽ എന്താ നമുക്ക് മനസ്സിലാവുന്നത്? ബ്രോക്കേഴ്സ് ഡോണ്ട് ഡിപ്പെൻഡ് ഓൺ യുവർ പ്രോഫിറ്റ് ഓർ ലോസ്. ബ്രോക്കർക്ക് നിങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിലോ നിങ്ങൾക്ക് ലോസ് ആണെങ്കിലോ ഒന്നും അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ല. ദേ ഡിപ്പെൻഡ് ഓൺ യുവർ ആക്ടിവിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ. അതായത് ഈ 2 വേർഡാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ ആക്ടിവിറ്റീസും നിങ്ങളുടെ പാർട്ടിസിപ്പേഷനുമാണ് അവർക്ക് ആവശ്യം. നിങ്ങൾ അവരുടെ ഒരു ക്ലയൻസ് ആക്കിയിട്ട് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നിങ്ങൾ ബൈ ചെയ്താലും, നിങ്ങളൊരു പൊസിഷൻ ബൈ ചെയ്താലും, നിങ്ങളൊരു പൊസിഷൻ സെല്ല് ചെയ്താലും, നിങ്ങളിപ്പോൾ ഇൻ കേസ് ഒരു പൊസിഷൻ നിങ്ങൾ ബൈ ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നിങ്ങൾ ബ്രോക്കറേജ് കമ്പൾസറി ആയിട്ട് തന്നിരിക്കണം. അപ്പോൾ ആക്ടിവിറ്റിയിലൂടെയാണ് ആക്ച്വലി ഇപ്പോൾ ക്യാഷ് ഉണ്ടാക്കുന്നത്. അതുപോലെ നിങ്ങളെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് റെക്കമെൻഡേഷൻസും കാര്യങ്ങളൊക്കെ വന്ന് അവരുടെ ബ്രോക്കറേജ് അല്ലാതെ മറ്റു പല സർവീസുകളുണ്ടല്ലോ, മ്യൂച്വൽ ഫണ്ട് ആയാലും ബോൺസ് ആയാലും ഇൻഷുറൻസ് ഒക്കെ. അപ്പോൾ അതിലെല്ലാം ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് അതിൻ്റെ കമ്മീഷനും അവരെടുക്കുന്നുണ്ട്. അപ്പോൾ എവറി ട്രേഡ്, എവറി ഓർഡർ, എവറി ക്ലിക്ക് ദേ ജനറേറ്റ് ഇൻകം ഫോർ ദം. അവർക്ക് അതൊക്കെ എന്താണ് ആക്ച്വലി ഒരു ഇൻകം മാത്രമാണ്. അവർക്കൊരു ഇൻകം സോഴ്സുകളാണ് ഇതെല്ലാം. ദ മോർ യു ആക്റ്റീവ് യു ട്രേഡ്, ദ സ്ട്രോങ് ദെയർ ബിസിനസ് ബിക്കംസ്. ചില ബ്രോക്കേഴ്സിനെ നിങ്ങൾക്ക് ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞുതരാം. ചില ബ്രോക്കേഴ്സ് എന്ത് ചെയ്യും? അവർ പറയും നമ്മൾക്ക് റിസർച്ച് റെക്കമെൻഡേഷൻ ടീം തന്നെ നമുക്കുണ്ട് എന്ന്. അപ്പം നമ്മളോട് പറയും ആക്ച്വലി നിങ്ങൾ സ്വന്തമായിട്ട് സ്റ്റോക്സ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മളുണ്ട്. അപ്പോൾ അവർ എന്ത് ചെയ്യും? ഓരോ റെക്കമെൻഡേഷൻസ് കൊടുക്കും. അവർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രേഡ്സ് കൂടുതലായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മളെ കൊണ്ട് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ട്രാൻസാക്ഷൻസ് ഇങ്ങനെ ചെയ്യിക്കുക. അതിലൂടെ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്? അവർ ബ്രോക്കറേജ് മറ്റും പ്രോപ്പറായി കൊണ്ട് തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു റീറ്റെയിൽ മെൻറ്റാലിറ്റിയിലും ഒരു ബ്രോക്കറേജ് കമ്പനിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂയിലും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നില്ലേ? അങ്ങനെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങളുടെ ബേസിൽ വിച്ച് ഈസ് ബെറ്റർ, അല്ലെങ്കിൽ നമ്മളുടെ ഏത് ടൈപ്പ് ഓഫ് ബ്രോക്കറാണ് ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രോക്കേഴ്സ് നമ്മൾ പറഞ്ഞതുപോലെ ഡിസ്കൗണ്ട് ബ്രോക്കർ എന്നും ഫുൾ സർവീസ് ബ്രോക്കർ എന്നുണ്ട്. ഡിസ്കൗണ്ടഡ് ബ്രോക്കേഴ്സ് ആരൊക്കെ യൂസ് ചെയ്യണം? ഇവിടെ താഴെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. ഫുൾ സർവീസ് ബ്രോക്കർ ഇവിടെ താഴെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ ഏതെല്ലാം ആളുകൾ വേണം, ഏത് ടൈപ്പ് ബ്രോക്കറെ തിരഞ്ഞെടുക്കണമെന്ന് ഇതിലൂടെ നിങ്ങൾക്ക് വ്യക്തമാകും. ഞാൻ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മളുടെ വീഡിയോയുടെ ലെങ്ത്ത് ഇനിയും വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിലായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്കൗണ്ടഡ് ബ്രോക്കേഴ്സ് തന്നെയാണ് ബെറ്റർ. നെക്സ്റ്റ് ഇത് പറഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പോകുന്നത് എന്താണ്? എക്സ്പീരിയൻസ് സെക്ഷനിലേക്കാണ്.
എക്സ്പീരിയൻസ് സെക്ഷനിലാണ്. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ഡിസ്കൗണ്ട് ബ്രോക്കർ എന്ന് പറയുന്നത് ഫയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്ന, അതായത് എൻ്റെ ഒരു ജോബ് എക്സ്പീരിയൻസിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഒരു ഫുൾ സർവീസ് ബ്രോക്കറായിട്ടുള്ള മോത്തിലാൽ ഒസ്വാൾ ആയിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ട്രേഡ്സും കാര്യങ്ങളൊക്കെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഫയേഴ്സിലാണ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷനോ കാര്യമൊന്നുമല്ല. നമ്മളുടെ എക്സ്പീരിയൻസ് എന്താണ് അത് നമ്മൾ തുറന്ന് പറയുന്നു എന്ന് മാത്രം. ഫയേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ വർക്കല്ല ചെയ്തിട്ടുള്ളത്. ആ ഡിസ്കൗണ്ടഡ് ബ്രോക്കേഴ്സിന് എൻ്റെ ട്രേഡ്സും കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് എൻ്റെ ബ്രോക്കർ എന്ന് പറയുന്നത് ഫയേഴ്സ് ആണ്. ഞാൻ സ്റ്റോക്ക് ബ്രോക്കറായിട്ട് മുൻകാലങ്ങളിൽ വർക്ക് ചെയ്തിരുന്നത് മോത്തിലാൽ ഒസ്വാളുമാണ്. ഓക്കെ. അപ്പോൾ ഫയേഴ്സിനെയും മോത്തിലാൽ ഒസ്വാളിനെയും ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ നെക്സ്റ്റ് സ്ലൈഡിൽ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തുടർന്ന് കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയുകയാണ്. ഒരു പ്രൊമോഷണൽ ആക്ടിവിറ്റിയോ കാര്യമോ ഒന്നുമല്ല, നിങ്ങൾ അങ്ങനെ ഒന്നോ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ. അപ്പോൾ ഫയേഴ്സിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, പണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് ഏഞ്ചൽ 1 ആയിരുന്നു. ഓക്കെ. ഏഞ്ചൽ 1 ആയിരുന്നു. ഏഞ്ചൽ 1ൽ നിന്നാണ് ഇപ്പം നമ്മൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ഫയേഴ്സിലേക്ക് വന്നിട്ടുള്ളത്. ഓക്കെ. ഏഞ്ചൽ 1ൽ നിന്ന് ഫയേഴ്സിലേക്ക് വരാൻ കാരണം അതിൻ്റെ കുറച്ച് ടെക്നിക്കൽ ഗ്ലിച്ചസും മറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഫയേഴ്സിലേക്ക് വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ടെക്നിക്കൽ ഗ്ലിച്ചസോ അങ്ങനത്തെ ഒരു കാര്യങ്ങളോ ഒരു ഡ്രോബാക്കോ നമുക്ക് ഇതുവരെയായിട്ടും അങ്ങനെ കിട്ടിയിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ഫയേഴ്സിലെ ഡെലിവറി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഡെലിവറി നമ്മൾ നോക്കുകയാണെങ്കിൽ 20 റുപ്പീസ്. നമുക്ക് ചാർജുകൾ 2 രീതിയിലാണ് വരുന്നത്. ഓക്കെ. ചാർജുകൾ നമുക്ക് 2 രീതിയിലാണ് ഇൻക്ലൂഡ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബ്രോക്കറേജ് ചാർജും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റെഗുലേറ്ററി ചാർജും. ഓക്കെ. റെഗുലേറ്ററി ചാർജ്, അതായത് നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഓർമ്മയില്ലേ, നമുക്കൊരു ബ്രോക്കർ ഉണ്ടാവും, ബയ്യറെയും സെല്ലറെയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രോക്കർ ഉണ്ടാവും. ആ ബ്രോക്കറുടെ ചാർജാണ് ഇവിടെ നമ്മളുടെ ബ്രോക്കർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ബ്രോക്കറെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? എക്സ്ചേഞ്ച് ആണ്. ആ എക്സ്ചേഞ്ച് ആണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്, റെഗുലേഷൻ ചെയ്യുന്നത്. ആ റെഗുലേഷൻ ചെയ്യുന്നതിനാണ് നമ്മളുടെ റെഗുലേഷൻ ചാർജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡെലിവറി എടുക്കുകയാണെങ്കിലും ഇൻട്രാഡേ എടുക്കുകയാണെങ്കിലും ഇവിടെ എനിക്ക് തോന്നുന്നു 20 റുപ്പീസാണ്, ഫ്ലാറ്റ് 20 റുപ്പീസാണ് ഫയേഴ്സിലെ ചാർജ് എന്ന് പറയുന്നത്. റെഗുലേറ്ററി ചാർജ് എന്ന് പറയുമ്പോൾ എന്താണ്, അതിൽ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, STT വരുന്നുണ്ട്, GST വരുന്നുണ്ട്, സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നുണ്ട്, അങ്ങനെ അതർ ചാർജസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്താണ് അങ്ങനെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ എന്താണ്, ഇൻട്രാഡേ ആണെങ്കിൽ എന്താണ്, ഇൻട്രാഡേ ആണെങ്കിൽ 5x ലിവറേജ് കൊടുക്കുന്നുണ്ട്. 5x ലിവറേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇൻട്രാഡേ പൊസിഷനാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ഒരു 10,000 രൂപയാണുള്ളതെങ്കിൽ 50,000 രൂപയുടെ അടുത്തുള്ള ഒരു ലിവറേജ് അല്ലെങ്കിൽ ഒരു മാർജിൻ ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഫയേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഫയേഴ്സ് മാത്രമല്ല ഒട്ടുമിക്ക ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സും 5x തന്നെയാണ് ഇൻട്രാഡേ ലിവറേജ് എന്ന് തോന്നുന്നു. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ MTF എന്ന് പറയുമ്പോൾ എന്താ, മാർജിൻ ട്രേഡിംഗ് ഫെസിലിറ്റി. നമുക്ക് ഡെലിവറി മാർജിൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ എനിക്ക് തോന്നുന്നു 3.7x, അതായത് നമ്മളുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നമുക്കൊരു 30,700, ഓക്കെ, 37,000 രൂപയുടെ അടുത്ത് നമുക്ക് അവിടെ ഫണ്ട് ബ്രോക്കർ തരുന്നതാണ്. പിന്നെ ഫയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളുടെ ട്രേഡിംഗ് വ്യൂവിൽ എങ്ങനെയാണോ ചാർട്ടുള്ളത് ആ സെയിം ചാർട്ട് തന്നെ നമുക്ക് അവിടെ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ ഗ്ലിച്ചസും മറ്റും കാര്യങ്ങളും ഒക്കെ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്ത എൻ്റെ ഒരു ഡിസ്കൗണ്ടഡ് ബ്രോക്കറുടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മോത്തിലാൽ ഒസ്വാൾ എന്ന് പറയുന്നത് ഒരു ഫുൾ സർവീസ് ബ്രോക്കറാണ്. ഞാൻ അവിടെ അവരുടെ ബ്രോക്കർ യൂസ്, അതായത് ട്രേഡ് ചെയ്യുന്നതിന് പകരം നമ്മളവിടെ ജോബ് റിലേറ്റഡ് ആയിട്ട് ഒരു സ്റ്റോക്ക് ബ്രോക്കറായിട്ട് മുൻകാലങ്ങളിൽ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇനി നമ്മളിവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കിങ്ങിൽ അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് ബ്രോക്കിംഗ് ഫേമിൽ നമ്മളൊരു സ്റ്റോക്ക് ബ്രോക്കറായിട്ട് പോകുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കവിടെ മെയിൻലി വേണ്ട ഒരു കാര്യമാണ് സർട്ടിഫിക്കേഷൻ. ഓക്കെ. സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഓക്കെ. ഇത് മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് NISM എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്, അതായത് സെബിയുടെ ഒരു ബോർഡുണ്ട്. ഓക്കെ. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ NISM ഒരുപാട് എക്സാംസ് ഉണ്ട്. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ്, റിസർച്ച് അനലിസ്റ്റ്, അഡ്വൈസറി, PMS എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഈ സ്റ്റോക്ക് ബ്രോക്കിംഗ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞു സെബിയാണ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ആ റെഗുലേഷനിലുള്ളതാണ് ഇവിടെ നമ്മൾ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് NISM സർട്ടിഫിക്കേഷൻസ് നമുക്ക് വേണ്ടതായിട്ടുണ്ട്. ഓക്കെ. സർട്ടിഫിക്കേഷൻ വരേണ്ടതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ എക്സാമിന് എന്താണ്, നമ്മൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ പോയിട്ട് നമ്മളത് അപ്ലൈ ചെയ്ത് നമ്മളത് ഇരുന്ന് പഠിച്ച് നമ്മളൊരു ടെസ്റ്റ് സെൻറ്റർ നമ്മൾ ബുക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു 1,500 രൂപ എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു എക്സാം ഫീ എന്ന് പറയുന്നത്. എക്സാം ഫീ ഒക്കെ അടച്ച് നമ്മൾ NSCയുടെ മെയിൻ സെൻറ്ററുകളിലായിരിക്കും എക്സാം നടത്തുന്നത്. അവിടെ പോയിട്ട് നമ്മൾ എക്സാം എഴുതുന്നു. വിത്തിൻ സെക്കൻഡ്, അതായത് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് വരും. നമുക്ക് 60+ ഒക്കെയാണ് നമ്മുടെ സ്കോറെങ്കിൽ നമുക്ക് കിട്ടും. നെഗറ്റീവ് മാർക്ക് ചില എക്സാമുകൾക്ക് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 3 ഇയർ ആയിരിക്കും ഈ സർട്ടിഫിക്കേഷൻ്റെ വാലിഡിറ്റി. ഈ സർട്ടിഫിക്കേഷൻ വെച്ചിട്ടേ നമുക്ക് ട്രേഡിംഗ് ടെർമിനൽ ഓപ്പൺ ചെയ്യും.
ഓക്കെ. ഞാൻ ആദ്യം ഡീൽ ചെയ്തിരുന്നത് എന്താണ്? ഇക്വിറ്റി ആൻഡ് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റോക്സും അതുപോലെ ഡെറിവേറ്റീവ്സ് ആണ്. ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും എന്താണ്? NISM 8 എന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ട് എക്സാം ഉണ്ട്. അത് നമ്മൾ എഴുതി പാസ്സായി കഴിഞ്ഞാലേ നമുക്ക് അവിടെ ടെർമിനൽ വരൂ. ഓക്കെ. അപ്പോൾ മോത്തിലാൽ ഒസ്വാളിൻ്റെ എമ്മോ ട്രേഡർ എന്ന് പറയുന്ന ഈ ഒരു ടെർമിനൽ നമുക്ക് കിട്ടണമെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്ക് ഒരു ലൈസൻസ് ഉണ്ടായിരിക്കണം, ഒരു സർട്ടിഫിക്കേഷൻ കോഡ് ഉണ്ടായിരിക്കണം. അതിനാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത്? നമുക്ക് ഇവിടെ എക്സാം എഴുതി പാസ്സാവേണ്ടതിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾക്ക് അവിടെയുള്ള ജോലി എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവും. പ്രൊഡക്ട്സ് അതായത് നമുക്ക് മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, IPO നമ്മൾ ചെയ്യിക്കണം. അതായത് മ്യൂച്വൽ ഫണ്ട് റെഗുലർ പ്ലാൻസ് ആയിരിക്കും. ഓക്കെ. ഡയറക്റ്റ് പ്ലാൻ അല്ല. ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൽ എപ്പോഴും എന്താണ്? റെഗുലർ പ്ലാൻസ് ആയിരിക്കും. നമ്മൾ ക്ലയൻസിനെ വിളിച്ച് മ്യൂച്വൽ ഫണ്ട് ചെയ്യിക്കണം. അതുപോലെ റീസെൻ്റ് ആയിട്ട് വരുന്ന IPO. ഓക്കെ. റീസെൻ്റ് ആയിട്ട് വരുന്ന IPO അവരെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കണം. IPO നിങ്ങൾക്കറിയാം ലോട്ട് സൈസ് ആണ് വരുന്നത്. ഒരു ഫിക്സഡ് ക്വാണ്ടിറ്റി ആയിരിക്കും IPOയിൽ വരുന്നത്. IPO ചെയ്യിക്കണം. അതുപോലെ ബോണ്ട്, അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്ലയൻസിനെ വിളിച്ചിട്ട് എന്ത് പറയും? നിങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നതിൻ്റെ ആ ഒരു കൺസർവേറ്റീവ് ആയിട്ടുള്ള റിസ്ക് അപ്പറ്റൈറ്റോട് കൂടി നമുക്ക് ബോണ്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ആ ബോണ്ട്സിനെ കൊണ്ട് നമ്മൾ ചെയ്യിക്കണം. പിന്നെ ETF നമ്മൾ ബൈ ചെയ്യിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ ഇൻകം ആണ് എന്താണ്? ബ്രോക്കറേജ് ആണ്. ബ്രോക്കറേജിൽ ആക്ച്വലി ഞാൻ റിയാലിറ്റി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? നമ്മളെന്താ ചെയ്യിക്കുക ആളെ കൊണ്ട്? നമ്മൾ ക്ലയൻസിനെ വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവരോട് നമ്മളുടെ വാലറ്റിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രൊഫൈലിലേക്ക് നമ്മൾ ഫണ്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ക്ലയൻറ്റിൻ്റെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്റ്റോക്സ് വാങ്ങുന്നു, വിൽക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ ഇൻകം ജനറേറ്റ് ചെയ്യാണ്. ഓക്കെ. പക്ഷെ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ഡിസ്കൗണ്ടഡ് ബ്രോക്കറാണ് ആക്ച്വലി നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ സ്വയം പഠിച്ച് ഒരു അഡ്വൈസറിയും മറ്റു കാര്യങ്ങളും സ്വയം പഠിച്ച് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ള കാര്യം. ഓക്കെ. ഇനി ഇൻ കേസ് സ്വയം പഠിച്ച് ശരിയായി ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ ഫുൾ സർവീസ് ബ്രോക്കറിൽ നിങ്ങളിപ്പോൾ മോത്തിലാൽ ഒസ്വാൾ, ജിയോജിത്ത്, ഷെയർഖാൻ ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ സുലഭമായിട്ട് ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ മെയിൻ ചെയ്യുന്ന പരിപാടി എന്താണ്? കസ്റ്റമറെ കൊണ്ട് അല്ലെങ്കിൽ ക്ലയൻസിനെ കൊണ്ട് ഫണ്ട് ആഡ് ചെയ്യിപ്പിക്കുന്നു. എന്നിട്ട് അവരെ കൊണ്ട് എന്ത് ചെയ്യുന്നു? ട്രേഡ് ചെയ്യിപ്പിക്കുന്നു. അവരെ കൊണ്ട് ട്രാൻസാക്ഷൻ ഇങ്ങനെ കൂട്ടിക്കുന്നു. ഓക്കെ. നമുക്ക് ആ സമയത്തുണ്ടായിരുന്ന ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്? കസ്റ്റമറെ കൊണ്ട് പൈസ ആഡ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ട്രേഡ് ചെയ്യിക്കുക. അതിനുശേഷം പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ് വിപ്പിച്ച് അവരെ കൊണ്ട് വിഡ്രോ ചെയ്യാൻ നമ്മൾ സമ്മതിപ്പിക്കില്ല. പകരം എന്ത് ചെയ്യും? അതിനുശേഷം എഗെയിൻ നെക്സ്റ്റ് ഒരു സ്റ്റോക്ക് വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു കസ്റ്റമർക്ക് ലോസ് ഇല്ലാത്ത രീതിയിൽ ഒരു ബ്രേക്ക് ഈവൻ ആയിട്ട് നമ്മളിങ്ങനെ പൊസിഷൻസും കാര്യങ്ങളും നമ്മളിങ്ങനെ റീബാലൻസ് ചെയ്ത് അവിടെ നമ്മൾ ബ്രോക്കറേജ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ് നമ്മളുടെ ടാസ്ക്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു മോത്തിലാൽ ഒസ്വാൾ വർക്ക് ചെയ്തതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ചെറിയൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? നമുക്ക് ഡിസ്കൗണ്ടഡ് ബ്രോക്കറും നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് അതുപോലെ തന്നെ എന്താണ്? ഫുൾ സർവീസ് ബ്രോക്കറും തിരഞ്ഞെടുക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രേഡിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ഏർലി സ്റ്റേജിലൊക്കെയാണ് നിങ്ങൾ എങ്കിൽ, അതായത് നിങ്ങൾക്ക് ഒരാളുടെ സഹായം ഇല്ലാതെ സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ചെയ്യാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് 5 ഇയേഴ്സ് എന്നല്ല, ഡിസ്കൗണ്ടഡ് ബ്രോക്കർ ഏതാണുള്ളത് അത് സെലക്ട് ചെയ്യാം. ഇൻ കേസ് നിങ്ങളൊരു മിഡിൽ ഏജ്ഡ് അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമായിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എക്സ്ട്രാ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സർവീസ് ബ്രോക്കേഴ്സിൻ്റെ അടുത്തും അപ്രോച്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മളുടെ സെഷൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് ബ്രോക്കിംഗ് എന്ന് നമ്മൾ പഠിച്ചു, എന്താണ് ബ്രോക്കർ എന്ന് പഠിച്ചു, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ബ്രോക്കർ എന്ന് പഠിച്ചു, അതുപോലെ മെയിൻ ടൈപ്സ് ഓഫ് ഇൻകംസ്. ഓക്കെ. മെയിൻ ടൈപ്സ് ഓഫ് മേജർ ഒരു 10 ഇൻകം സോഴ്സസ് ഓഫ് നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ ആ ഒരു ബ്രോക്കറിൻ്റെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ സെഷൻ്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ബ്രോക്കിംഗ്, എങ്ങനെയാണ് ബ്രോക്കിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നമ്മൾ നോക്കി. നമ്മൾ ടൈപ്സ് ഓഫ് ബ്രോക്കർ നോക്കി, ഡിസ്കൗണ്ടർ ബ്രോക്കറും അതുപോലെ തന്നെ ഫുൾ സർവീസ് ബ്രോക്കറും അത് ഏതൊക്കെയാണ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കി. പിന്നെ അതുപോലെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകംസ് ഓഫ് സ്റ്റോക്ക് ബ്രോക്കിംഗ് നമ്മൾ നോക്കി. അതുപോലെ തന്നെ ദ റിയാലിറ്റി ഓഫ് സ്റ്റോക്ക് ബ്രോക്കിംഗ് നമ്മൾ ജസ്റ്റ് പറഞ്ഞു. വിത്ത് മൈ എക്സ്പീരിയൻസിലൂടെയും നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ. പിന്നെ ഏതൊക്കെ ടൈപ്പ് ആളുകൾ ഏതൊക്കെ ടൈപ്പ് ബ്രോക്കേഴ്സിനെയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നും നമ്മൾ ഷോർട്ടായിട്ട് പറഞ്ഞു. ഓക്കെ. അപ്പോൾ അറ്റ് ലാസ്റ്റ് നമ്മളുടെ വീഡിയോയുടെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. ആ വീഡിയോ ഇതുവരെ കണ്ടിരുന്നവരോട് മാത്രമായി പറയട്ടെ. താങ്ക് യു.